ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ട്രാവൽ വ്ലോഗുമായിട്ടാണ്. നമ്മൾ ഇന്ന് പോകുന്നത് കൂർഗിലെ കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമായ തലക്കാവേരി കാണാനായിട്ടാണ്. ഇപ്പോൾ തലക്കാവേരിയിലെ മനോഹരമായ കുറച്ച് കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് വരാം. നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് കൂർഗിലേക്ക് പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ വഴി മടിക്കേരി ചെന്നിട്ട് മടിക്കേരിയിൽ നിന്നാണ് തലക്കാവേരി കാണാനായിട്ട് നമ്മൾ പോകുന്നത്. തലക്കാവേരി ഭാഗമണ്ഡല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഉള്ളത്. രാവിലത്തെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏർലി മോർണിംഗ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തലക്കാവേരി കാണാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ അവിടെ എത്താൻ ശ്രമിക്കുക. ഈവനിങ് ആവുന്നതിന് മുന്നേ തന്നെ കുറച്ച് രാവിലെ ഒരു 9 മണിക്ക് മുന്നേക്ക് എത്തിക്കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലൊരു വൈബ് കിട്ടും അവിടെ ചെല്ലുമ്പോൾ. കാവേരി നദിയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. കാവേരി നദി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. പക്ഷെ ഈ കാവേരി നദി പൊട്ടിപ്പുറപ്പെടുന്നത് കർണാടക സ്റ്റേറ്റിൽ നിന്നാണ്. കർണാടകയിലെ ബ്രഹ്മഗിരി ഹിൽസിൽ നിന്നാണ് ഈ കാവേരി നദി പൊട്ടിപ്പുറപ്പെടുന്നത്. ആ സ്ഥലമാണ് ഈ തലക്കാവേരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. തലക്കാവേരി ഭാഗമണ്ഡല എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. വഴിയോര കാഴ്ചകളെല്ലാം കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് കാവേരി ടെമ്പിളിന്റെ എൻട്രൻസ് ആണ്. ഇവിടുന്ന് കുറച്ചുകൂടെ പോകണം. ഒരു മെയിൻ എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ തലക്കാവേരിയിലേക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളാണ് തലക്കാവേരി കുറച്ചുകൂടെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒക്ടോബർ പകുതിക്ക് തുളുമാസം 1-ാം തീയതിയാണ് കാവേരി സംക്രമണ ദിവസമായിട്ട് അവിടെ ആചരിക്കപ്പെടുന്നത്. അങ്ങനെ നമ്മൾ തലക്കാവേരി ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തുമ്പോൾ ആണുങ്ങൾ ഷോർട്സ് ഇട്ടുകൊണ്ടൊക്കെ വന്നിരിക്കുന്നവരാണെങ്കിൽ അവിടെ മുണ്ടിന് നമുക്ക് റെന്റിന് എടുക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ കയറാവുന്നതാണ്. നല്ലൊരു വൈബാണ് ഇവിടെ. മഞ്ഞൊക്കെ മൂടി കിടക്കുകയാണ്. നമ്മളിവിടെ ഒക്ടോബർ മാസം വന്നതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് തലക്കാവേരി കാണാൻ സാധിച്ചത്. പക്ഷേ അത്യാവശ്യം തിരക്കെല്ലാം ഉണ്ടായിരുന്നു. ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ആളുകളെല്ലാം ഇവിടെ കൂടുതലായിട്ട് എത്തുന്നത്. നല്ല വ്യൂ ആണ്. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ക്ഷേത്രം 2007 കർണാടക ഗവൺമെന്റ് പുതുക്കിപ്പണിത് ഈ രൂപത്തിലാക്കിയെടുത്തത്. കാവേരി ദേവിയും അഗസ്ത്യ മുനിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ.
എന്ത് മനോഹരമായ കാഴ്ചകളാണ് നോക്കിക്കേ. ഈ കാണുന്ന ഒരു കുളം ഉണ്ടല്ലോ, ആ കുളത്തില് അവിടെ അതിന്റെ സൈഡില് പൂജകളൊക്കെ നടക്കാറുണ്ട്. നമുക്ക് അവിടെ ഇറങ്ങി തൊഴാവുന്നതാണ്. കർണാടകയുടെയും തമിഴ്നാടിന്റെയും ഒക്കെ മെയിൻ ജലസ്രോതസ്സാണ് ഈ കാവേരി നദി. ഇതാണ് കാവേരി നദിയുടെ ഉത്ഭവം. വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കൂർഗിൽ വന്നിട്ട് തലക്കാവേരി കാണാൻ പോകാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് തലക്കാവേരി. ഞങ്ങൾ വന്ന ദിവസം കുറച്ച് മഴയെല്ലാം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു തലക്കാവേരി കാണാനായിട്ട്. ഇപ്പൊ കൂർഗിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. മറ്റു വിശേഷങ്ങളുമായി ഇനി അടുത്ത വ്ലോഗിൽ വരുന്നതാണ്. അതുവരേക്കും ബൈ.